ഓൺലൈൻ തട്ടിപ്പിലൂടെ മട്ടാഞ്ചേരിയിലെ വ്യവസായിയിൽ നിന്ന് പണം തട്ടിയ കേസിൽ ഉത്തർപ്രദേശ് സ്വദേശിയെ മട്ടാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു. ഉത്തർപ്രദേശ് സ്വദേശിയായ ധീരജ് ഗിരി എന്ന 28-കാരനെയാണ് മട്ടാഞ്ചേരി പോലീസ് ഉത്തർപ്രദേശിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. ഇന്ത്യയിലെ പ്രമുഖ ബാങ്കിന്റെ പേരിലുള്ള ആധാർ അപ്ഡേഷൻ സന്ദേശത്തോടൊപ്പം APK ഫയൽ അയച്ചു നൽകി അതുവഴി SMS ചോർത്തി പല ഇടപാടുകളിലൂടെയാണ് ലക്ഷങ്ങൾ തട്ടിയത്. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ, DCP-മാരായ ജോനപ്പുടി മഹേഷ്, അശ്വതി ജിജി എന്നിവരുടെ നിർദ്ദേശാനുസരണം മട്ടാഞ്ചേരി അസിസ്റ്റന്റ് കമ്മീഷണർ PB കിരൺ, കൺട്രോൾ റൂം അസിസ്റ്റന്റ് കമ്മീഷണർ PH ഇബ്രാഹിം എന്നിവരുടെ മേൽനോട്ടത്തിൽ മട്ടാഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ K ഷിബിൻ, സബ് ഇൻസ്പെക്ടർ ജിമ്മി ജോസ്, ASI സമതി P എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ പ്രതികൾ ഉത്തർപ്രദേശ്, ഡൽഹി സ്വദേശികളാണെന്ന വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സബ് ഇൻസ്പെക്ടർ ജിമ്മി ജോസ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ എഡ്വിൻ റോസ്, സുബിത് കുമാർ, ധനീഷ്, സിവിൽ പോലീസ് ഓഫീസർ ഫെബിൻ എന്നിവരടങ്ങിയ പ്രത്യേക അന്വേഷണ സംഘം ഉത്തർപ്രദേശിലെ നോയിഡയിൽ നിന്നും അതിസാഹസികമായി പ്രതിയെ പിടികൂടുകയായിരുന്നു. ഡൽഹി മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ കീഴിലുള്ള 14C സൈബർ ഡോം, കൊച്ചി സിറ്റി സൈബർ ഡോം എന്നിവരും കേസിന്റെ അന്വേഷണത്തിന് സഹായകമായി. പ്രതിയുടെ കയ്യിൽ നിന്നും 20ഓളം ബാങ്ക് പാസ്ബുക്കുകളും, നിരവധി ATM കാർഡുകളും, ചെക്ക് ബുക്കുകളും, വിവിധ ആളുകളുടെ പേരിലുള്ള പാൻ കാർഡുകളും, ആധാർ കാർഡുകളും, 6ഓളം വില കൂടിയ മൊബൈൽ ഫോണുകളും, നിരവധി സിം കാർഡുകളും കണ്ടെടുത്തിട്ടുണ്ട്. കൂടാതെ പ്രതിക്ക് വിവിധ ബാങ്കുകളിൽ നിരവധി പണമിടപാടുകളും, ഫ്ളാറ്റും ആഡംബര വാഹനങ്ങളും ഉള്ളതായും പോലീസ് കണ്ടെത്തി. സൈബർ തട്ടിപ്പ് വഴി ലഭിക്കുന്ന തുക പ്രതി ആഡംബര ജീവിതത്തിനായിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. കേരളത്തിലെ മികച്ച 2ാമത്തെ പോലീസ് സ്റ്റേഷനിൽ അവാർഡ് കരസ്ഥമാക്കിയ മട്ടാഞ്ചേരി പോലീസിന്റെ മികവിന് മറ്റൊരു അംഗീകാരം കൂടിയാണത്. കേസിൽ പോലീസ് കൂടുതൽ അന്വേഷണം നടത്തി വരുന്നുണ്ട്. പ്രതി അടങ്ങുന്ന സംഘത്തിന് സമാനമായ രീതിയിൽ കോടികളുടെ തട്ടിപ്പ് നടത്തിയതിന് മറ്റ് സംസ്ഥാനങ്ങളിൽ കേസ് നിലവിലുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.